BJP നേതൃത്വത്തിലുള്ള NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഇവയൊക്കെയാണ്. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള അതിവേഗ പാത യാഥാർത്ഥ്യമാക്കുമെന്നും പത്രികയിൽ പറയുന്നു. നിർധന കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 LPG സിലിണ്ടർ സൗജന്യമായി നൽകും. ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം. ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കും. കേരളത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി സിൽവർ ലൈനിന് പകരമായി കേന്ദ്ര സഹായത്തോടെയുള്ള വന്ദേ ഭാരത് സ്റ്റാൻഡേർഡ് മെട്രോ ശൃംഖലകൾ വികസിപ്പിക്കുമെന്നും പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. ശബരിമലയുടെ ആചാര സംരക്ഷണത്തിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തും. ക്ഷേത്ര ഭരണത്തിൽ ഭക്തർക്ക് കൂടുതൽ അധികാരം നൽകുന്ന സംവിധാനം കൊണ്ടുവരും. റബ്ബറിന്റെ തറവില 250 രൂപയായി ഉയർത്തും. കർഷകർക്കായി പ്രത്യേകം പെൻഷൻ പദ്ധതി. കൊച്ചിക്ക് പുറമെ പാലക്കാടും കണ്ണൂരും പുതിയ IT പാർക്കുകൾ സ്ഥാപിക്കും. ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കായി ഓരോ ജില്ലയിലും 5 സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ തുടങ്ങും. ഉത്തർപ്രദേശിന് സമാനമായി കേരളത്തിലെ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെയും ലവ് ജിഹാദിനെതിരെയും കർശന നിയമം കൊണ്ടുവരും. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രത്യേക ധനസഹായം. കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്തിലെ എല്ലാ കുടുംബങ്ങളിലും വ്യാപിപ്പിക്കുകയും ചികിത്സാ പരിധി ഉയർത്തുകയും ചെയ്യും. വികസിത കേരളം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് BJP ഇത്തവണ വോട്ടർമാരെ സമീപിക്കുന്നത്.